അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. തലേന്ന് കുതിർത്തി വെച്ച പച്ചരി നന്നായി അരച്ചെടുത്തു. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. നന്നായി അരച്ച് ചേർക്കണം. പിന്നെ ഉപ്പ് ചേർത്തു. നമ്മൾ അടുപ്പിൽ നിന്നും ചീനച്ചട്ടിയിൽ വെള്ളാപ്പമാണ് ചുടുന്നത്. ആദ്യം ചീനച്ചട്ടിയിൽ മാവ് ഒഴിച്ചിട്ട് നന്നായി കറക്കിയെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തു അത് അടച്ചു വെച്ചു. പിന്നെ അത് നന്നായി മുരിഞ്ഞതിന് ശേഷം അത് മറിച്ചിട്ടു. ഇത് റെഡിയായതിന് ശേഷം നമ്മളത് കാസറോളിലേക്ക് മാറ്റി ഓരോന്ന് ചുട്ടെടുത്തു. ദോശയ്ക്ക് നമുക്ക് ഗ്രീൻ പീസ് കറിയാണ്. അതിലേക്ക് തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസും അതിലേക്ക് അര പീസ് സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1 നുള്ളു ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് 1 കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ചു. അതിനിടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കർ 4 വിസിലടിപ്പിക്കണം. മുട്ടയിലേക്ക് കുരുമുളകും ഉപ്പും ചേർത്തിട്ടുണ്ട്. 4 വിസിലടിച്ചതിന് ശേഷം കുക്കറും ഓഫ് ചെയ്ത് ചായക്ക് വെച്ചു. പിന്നെ ഗ്രീൻ പീസ് കറി വറവിടാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടു പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ചേർത്തു. പിന്നെ അതിലേക്ക് ഗ്രീൻ പീസ് കറി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ദോശ കഴിക്കാനിരുന്നു. നമ്മൾ പ്ലേറ്റിലേക്ക് 2 ദോശയും കറിയും ഒഴിച്ചു. പിന്നെ 1 ഗ്ലാസ് ചായയും. അനിയത്തിക്ക് ഗ്രീൻ പീസ് കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഓള് തലേന്നത്തെ മുളക് കറി ചേർത്താണ് ദോശ കഴിച്ചത്. പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങി. അനിയത്തി അടിച്ചു വാരും തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡ്യൂട്ടി അവൾക്കാണ്. ഞാനും ഇത്താത്തയും കൂടി അലക്കാനും പാത്രം കഴുകാനും ബാക്കി ഉച്ചക്കത്തെ പരിപാടികളും നോക്കി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഗുൾഫി കുട്ടികൾ മദ്രസയും വിട്ട് വരുന്നതിനിടയ്ക്ക് ഇതൊക്കെ തീർത്തു. അവർ പിന്നെ ക്ലീനിങ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് അവർ വരുന്നതിനിടയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്കൂട്ടി എടുത്ത് ഗുൾഫി വാങ്ങാൻ പോയിട്ടുണ്ട്. ഗുൾഫി വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ പോയി. ഗുൾഫിയും കുറച്ച് ചോക്ലേറ്റ്സും കുട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗുൾഫിയൊക്കെ ഞാനും അനിയത്തിയും ഏട്ടത്തിയും ഒക്കെ കൂടി കഴിച്ച് മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അതിനിടെ മുറ്റത്തൊരു മയിലുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞു. അത് കണ്ട് ഓടുന്നതാണ്. നമ്മളും കാണാൻ പോയി. പക്ഷെ നമ്മൾ മയിൽ പോയിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.